എൻ്റെ പേര് ഡോണിയ. ഞാൻ ലിറ്റിൽ ഫ്ലവർ ചർച്ച് പുന്നവേലിയിൽ നിന്ന് വരുന്നു. എനിക്ക് മാതാവിൻ്റെ മാസം വരിയാൻ ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയാൻ ആഗ്രഹിക്കുന്നു. ഞാൻ ആദ്യമായി ഇവിടെ ഉടമ്പടി എടുക്കുന്നത് ഒക്ടോബർ 21, 2023 എൻ്റെ 5ാമത്തെ നിയോഗമാണ് മാതാവ് ആദ്യം തന്നെ സാധിച്ചു തന്നത്. എൻ്റെ 5ാമത്തെ നിയോഗം എനിക്ക് സ്കോളർഷിപ്പ് കിട്ടി മുന്നോട്ട് പഠിക്കാനൊരു സാഹചര്യമൊക്കെ തരണമേ എന്നായിരുന്നു. അങ്ങനെ ഒരു സ്കോളർഷിപ്പിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നായിരുന്നു. അതായത് അവരൊരു എക്സാം നടത്തും, ആ എക്സാം നമ്മൾ പാസ്സാവണം. എനിക്ക് എക്സാം 29 ഒക്ടോബറിലായിരുന്നു. അതായത് ഞാൻ ഉടമ്പടി എടുത്ത് 8 ദിവസം കഴിഞ്ഞ് ഓൺലൈനായിട്ടായിരുന്നു എക്സാം. ഈ എക്സാം നടക്കുന്നതിൻ്റെ തലേ ദിവസം അവർ ട്രയലായിട്ടൊരു എക്സാം നടത്തി. അന്നേ ദിവസം എനിക്ക് കയറാനൊക്കെ സാധിച്ചു. 29-ാം തീയതി രാവിലെ 9:30 മുതൽ 10:30 വരെയായിരുന്നു എക്സാം. ഞാൻ യൂസർ നെയിം കൊടുത്ത് ലോഗിനായി. കറക്റ്റ് ആ സമയം എൻ്റെ ക്യാമറ അടിച്ചുപോയി. അപ്പം ഞാൻ വേറെ ഡിവൈസിൽ കയറാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് സാധിക്കുന്നില്ല, അതിന് ഓൾറെഡി ലോഗിനായിട്ടിരിക്കുക. അതുപോലെ തന്നെ അവർക്ക് എന്നെ കാണാൻ പറ്റാത്തതുകൊണ്ട് എനിക്ക് ക്വസ്റ്റ്യൻസും കാണാൻ സാധിക്കുന്നില്ല. അപ്പം അങ്ങനെ ഒരു അവസ്ഥയിലിരിക്കുകയായിരുന്നു. ഞാനെങ്കിൽ എക്സാമിന് കയറുന്നതിന് മുമ്പ് ഇവിടുത്തെ തൈലവും കാശ് രൂപമൊക്കെ എൻ്റെ കയ്യിലുണ്ടായിരുന്നു. ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, കുറേ നേരം പ്രാർത്ഥിച്ചു. പക്ഷെ അവിടെ അങ്ങനെ തന്നെ ഇരിക്കുകയായിരുന്നു. അങ്ങനെ ഈ എക്സാം തീരാനായിട്ട് ഒരു 15 മിനിറ്റ് ബാക്കിയുള്ളപ്പം ലോഗൗട്ട് ഓപ്ഷൻ എനേബിളായി. ഞാൻ പെട്ടെന്ന് തന്നെ ലോഗൗട്ട് ചെയ്തിട്ട് ഫോണിൽ കയറി. ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ആയിരുന്നു, കുറേ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ആ ചുരുങ്ങിയ സമയം കൊണ്ട് ഞാൻ എല്ലാം ചെയ്തു, സബ്മിറ്റ് അടിച്ചു. പിന്നെ ഈ സ്കോളർഷിപ്പിനെ പറ്റി യാതൊരു അറിവും ഇല്ലായിരുന്നു. അങ്ങനെ ഞാനിവിടെ ഫെബ്രുവരി 4-ാം തീയതി 2024 ഇവിടെ വന്ന് പുതുക്കി. 8 ദിവസം കഴിഞ്ഞപ്പോൾ, അതായത് ഫെബ്രുവരി 12-ാം തീയതി എനിക്കൊരു മെയിൽ വന്നു. ഓൾ ഇന്ത്യയിൽ നിന്ന് 5000 കുട്ടികളെയാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. നമ്മുടെ കേരളത്തിൽ നിന്ന് 200 പേരെയും. ആ 200 പേരിലെ ഒരാളാവാൻ മാതാവ് എന്നെ സഹായിച്ചു. ഇനി എൻ്റെ 2ാമത്തെ സാക്ഷിയാണ് എൻ്റെ ജീവിതവും എൻ്റെ ഉടമ്പടി ജീവിതവും ഒക്കെ മാറ്റിമറിച്ച ഒരു അനുഭവം. ഞാൻ ഭയങ്കരമായിട്ട് ടെൻഷൻ അടിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. ഭയങ്കര ടെൻഷൻ, ഭയങ്കര പേടി. സത്യം പറഞ്ഞാൽ എനിക്കറിയത്തില്ല ഞാൻ എന്തിനാണ് ഇത്ര ടെൻഷൻ അടിക്കുന്നതെന്ന്. കാരണം അതുപോലെ ടെൻഷൻ അടിക്കാൻ മാത്രമുള്ള സാഹചര്യം ഒന്നും അല്ല എൻ്റേത്. പക്ഷെ എനിക്ക് ഭയങ്കര ടെൻഷൻ, ഭയങ്കര പേടി, ഭയങ്കരമായിട്ട് ഓവർ തിങ്ക് ചെയ്യും. എന്ത് കാര്യം ഉണ്ടെങ്കിലും ഞാൻ ഫസ്റ്റ് അതിനെ നെഗറ്റീവേ ചിന്തിക്കത്തുള്ളൂ. അപ്പം ഞാനിവിടെ ഇങ്ങനെ ഓരോരുത്തർ സാക്ഷ്യം പറയാൻ കേട്ടിട്ടുണ്ട്. അതായത് അവർക്ക് മാതാവിൻ്റെ സാന്നിധ്യം അനുഭവിക്കാൻ പറ്റി, മുല്ലപ്പൂവിൻ്റെ മനം. എനിക്ക് അങ്ങനത്തെ അനുഭവങ്ങളൊന്നും ഇല്ലായിരുന്നു. അതിനുള്ള കാരണം എനിക്കറിയായിരുന്നു. കാരണം ഉടമ്പടി എടുത്ത ശേഷവും ഞാൻ അവധിയുള്ള ദിവസം മാത്രമേ പള്ളി പോകത്തുള്ളായിരുന്നു. അത് പോയാൽ തന്നെയും ദിവ്യബലി തുടങ്ങി 1-2 മിനിറ്റ് കഴിഞ്ഞായിരുന്നു ഞാൻ ആ പള്ളി കയറിക്കൊണ്ടിരുന്നത്. അതുപോലെ തന്നെ ചില ദിവസം എണീക്കുമ്പോൾ താമസിക്കും. 6 മണി കഴിഞ്ഞായിരുന്നു ഞാൻ പ്രതീക്ഷീകരണ പ്രാർത്ഥനയൊക്കെ ചൊല്ലിക്കൊണ്ടിരുന്നത്. ഇതുകൊണ്ടാവാം മാതാവ് എൻ്റെ അടുത്ത് വരാത്തതിനും ഞാൻ വിശ്വസിച്ചു. ഞാൻ ബിടെക്കാണ് പഠിക്കുന്നത്. ഒരിക്കലും എടുക്കില്ല എന്ന് വിചാരിച്ച കമ്പ്യൂട്ടർ സയൻസ് തന്നെയാണ് ഈശോയും മാതാവ് എനിക്ക് വേണ്ടി തിരഞ്ഞെടുത്ത് തന്നത്. അങ്ങനെ ഞാൻ ഫസ്റ്റ് ഇയർ കയറി. ഫസ്റ്റ് ഇയർ വലിയ കുഴപ്പമില്ലാതൊക്കെ പോയി. സെക്കൻഡ് ഇയറിൽ കയറി S3 സ്റ്റാർട്ട് ചെയ്തു. കോളേജിൽ പഠിപ്പിക്കുന്നുണ്ട്, പക്ഷേ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല അവർ പഠിപ്പിക്കുന്നതൊന്നും. അങ്ങനെ പിന്നെ ഞാൻ പഠിക്കാനൊക്കെ തുടങ്ങി. ജസ്റ്റ് പാസ്സാവും, അങ്ങനെയൊക്കെ ഉള്ളൂ. അപ്പം ഞങ്ങൾക്ക് ഡേറ്റ സ്ട്രക്ചർ എന്ന് പറയുന്നൊരു സബ്ജക്റ്റ് ഉണ്ട്. ആ സബ്ജക്റ്റിൻ്റെ തിയറിക്ക് എനിക്ക് നല്ല അടിപൊളി മാർക്കാണ്, ഇൻറ്റേർണലൊക്കെ പൊളി മാർക്കാണ്. പക്ഷേ അതിൻ്റെ ലാബിൻ്റെ ഒരു പ്രശ്നമെന്ന് വെച്ചാൽ എനിക്ക് എപ്പോഴും എറേഴ്സ് വരും. അതുകൊണ്ട് തന്നെ എനിക്ക് ലാബ് വലിയ ഇഷ്ടമൊന്നും അല്ലായിരുന്നു. അങ്ങനെ ഒരു തവണ ഞങ്ങൾക്ക് ഇൻറ്റേർണൽ എക്സാം നടത്തി. ലാബിൻ്റെ 3 മണിക്കൂറിലെ എക്സാമിൻ്റെ 2.5 മണിക്കൂറോളം ഞാൻ ആ ക്വസ്റ്റ്യൻ്റെ ലോജിക്കൊക്കെ ആലോചിച്ച് അവിടെ ഇരുന്നു. എനിക്ക് അതിൻ്റെ പ്രോഗ്രാം പോലും ചെയ്യാൻ സാധിച്ചില്ല. ഇതിന് ശേഷം എനിക്ക് ഭയങ്കര ടെൻഷനും പേടിയാവാൻ തുടങ്ങി. കാരണം എന്തുണ്ട് ടെൻഷൻ അടിക്കാൻ ഇങ്ങനെ ആലോചിച്ചിരിക്കേണ്ട സ്വഭാവമാണ് എനിക്ക്. അപ്പോഴാണ് ഇത് വന്നത്. അപ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷൻ, പേടി ഒക്കെ ആയി. അങ്ങനെ ഡിസംബർ 13, 2024 ഞങ്ങളുടെ തിയറി എക്സാം എല്ലാം കഴിഞ്ഞു. പിന്നെ ലാബ് എക്സാം ഡിസംബർ 18-ാം തീയതി ആയിരുന്നു. അപ്പോൾ ഈ 5 ദിവസം ഞാൻ നല്ല രീതിയിൽ പഠിക്കുന്നുണ്ട്, റെക്കോർഡ് ബുക്കൊക്കെ നോക്കി പഠിക്കുന്നുണ്ട്. പക്ഷേ എൻ്റെ മനസ്സിൽ ആരോ പറയുന്നു, നീ പഠിച്ചിട്ടും ഒരു കാര്യമില്ല, നിനക്ക് ഉറപ്പായിട്ടും സപ്ലൈ കിട്ടും, നമുക്ക് അടുത്ത വർഷം ജൂനിയേഴ്സിൻ്റെ കൂടെ പോയിട്ട് സപ്ലൈ എഴുതാമെന്ന്. 18-ാം തീയതി ആയി. ഉച്ചയ്ക്ക് 1 മണി തൊട്ട് 4 മണി വരെ ആയിരുന്നു എക്സാം. ഞാനാണെങ്കിൽ രാവിലെ കോളേജിൽ കയറിയിട്ട് പഠിക്കുന്നുണ്ട്. അപ്പോഴെല്ലാം എനിക്ക് സപ്ലൈ വരും ഇങ്ങനെ ആരോ പറയുക. ഞാൻ അവസാനം ലൈറ്റ് ക്യാൻഡിൽ എടുത്തു. ഞാൻ മാതാവിനോട് പറഞ്ഞത്, മാതാവേ നീ എൻ്റെ കൂടെ ആ ലാബിൽ വരണം, എൻ്റെ കൈ പിടിച്ച് എങ്ങനെയെങ്കിലും എക്സാം എഴുതിപ്പിക്കാം. കാരണം എനിക്ക് പേന പോലും പിടിക്കാൻ പറ്റും. ടെൻഷൻ വന്നാൽ അങ്ങനെയാണ്, ഞാൻ ഭയങ്കരമായിട്ട് വിറയ്ക്കും, എനിക്ക് ഭയങ്കര ടെൻഷൻ വന്നാൽ അങ്ങനെയാണ്.
ഞാൻ മാതാവിനോട് പറഞ്ഞു എൻ്റെ കൈ പിടിച്ച് എങ്ങനെയെങ്കിലും എക്സാം എഴുതിപ്പിക്കണമെന്ന്. എന്നിട്ട് എനിക്ക് അൽഗോരിതം കിട്ടുമെന്ന് ഉറപ്പുള്ള കുറച്ച് പ്രോഗ്രാം ഉണ്ടായിരുന്നു. അതിൻ്റെ പേര് അടിച്ചു കൊടുത്ത് ഞാൻ പറഞ്ഞു ഇതിലേതെങ്കിലും ഒന്ന് എന്നോട് ചോദിക്കണമെന്ന്. ഞാൻ 1 മണിയായപ്പോൾ ലാബിൽ കയറി. എനിക്ക് ക്വസ്റ്റ്യൻ കിട്ടി. എനിക്ക് കിട്ടിയ ക്വസ്റ്റ്യൻ ഞാൻ മാതാവിനോട് ചോദിച്ച ക്വസ്റ്റ്യൻ ഒന്നും അല്ലായിരുന്നു, വേറെ ഒരു ക്വസ്റ്റ്യൻ. പക്ഷേ ആ ക്വസ്റ്റ്യൻ ഞങ്ങളുടെ റെക്കോർഡ് ബുക്കിനകത്തും ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ തിയറിക്കകത്ത് പഠിക്കാനും ഉണ്ടായിരുന്നു. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ എനിക്ക് അതിൻ്റെ അൽഗോരിതം അറിയാം. ഞാൻ അൽഗോരിതം എഴുതി. ഇൻറ്റേർണൽ എക്സാമിന് എനിക്ക് 2.5 മണിക്കൂർ ഇരുന്നിട്ട് കിട്ടാഞ്ഞ പ്രൊസീഡ് ഇവിടെ എക്സാം തുടങ്ങി ഒരു 15 മിനിറ്റ് പോലും എടുത്ത് കാണത്തില്ല. അതിനുള്ളിൽ എനിക്ക് പ്രൊസീഡ് കിട്ടി. ഞാൻ പ്രോഗ്രാം ചെയ്ത് റൺ ചെയ്തപ്പം എനിക്ക് കുറച്ച് എറേഴ്സ്, അതായത് 21 എറേഴ്സേ ഉള്ളൂ. അതെല്ലാം ഞാൻ ക്ലിയർ ചെയ്തു. എന്നിട്ട് ഞാൻ ഓർത്തു ഇനി വൈവേയും കൂടെ ഉള്ളൂ. ഞാൻ മാതാവിനോട് അൽഗോരിതം മാത്രമേ ചോദിച്ചുള്ളൂ, മാതാവ് എനിക്ക് അൽഗോരിതം തന്നു. ഇനി വൈവേയും കൂടെ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് ഞാൻ അവിടെ ഇരുന്നിട്ടും വലിയ പ്രയോജനമൊന്നുമില്ല. പേപ്പറും കൊടുത്ത് കിട്ടുന്ന ഫസ്റ്റ് ബസ്സിന് കയറി വീട്ടിൽ വരാമെന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുക. എന്നെ വൈവയ്ക്ക് വിളിച്ചു, എന്നോട് ക്വസ്റ്റ്യൻ ചോദിച്ചു. അത് കഴിഞ്ഞ് ആ എക്സ്റ്റേണൽ എന്നോട് ഭയങ്കര സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് സംസാരിക്കാൻ തുടങ്ങിയത്. ആ സാർ എന്നോട് പറഞ്ഞു നീ കൃപാസനത്തിൽ പോയി പ്രാർത്ഥിക്കണമെന്ന്. ഇത് പറയുന്ന സമയം എൻ്റെ കയ്യിലോ കരുത്തിലോ കൊന്തയോ ഉടമ്പടി കാശുരൂപോ ഒന്നും ഇല്ലായിരുന്നു, എല്ലാം എൻ്റെ പോക്കറ്റിലായിരുന്നു. ഇത് കേട്ട് പെട്ടെന്ന് തന്നെ ഞാൻ പോക്കറ്റിൽ നിന്ന് എടുത്ത് ആ സാറിനെ കാണിച്ചു. ആ സാറ് ഉടനെ തന്നെ ബാഗ് തുറന്നിട്ട് ഒരു ബോക്സ് എടുത്തു. അതിനകത്ത് കൊന്തയും ഇവിടുത്തെ ഒരു കാശുരൂപം വെച്ചിരിക്കുന്നു. എന്നിട്ട് എന്നോട് പറഞ്ഞു നീ ഒന്നുകൊണ്ടും പേടിക്കേണ്ട, നിനക്ക് ഞാൻ ഒരിക്കലും സപ്ലൈ എടുത്തില്ല, നീ നല്ല രീതിയിൽ പ്രാർത്ഥിക്കണം. അതായത് ഞാൻ ചില ദിവസം 5:30 കറക്റ്റ് പ്രാർത്ഥിക്കുന്നില്ലല്ലോ, അപ്പോൾ 5:30 ഇങ്ങനെ കറക്റ്റായിട്ട് പറഞ്ഞു. അതായത് നീ നല്ല രീതിയിൽ പ്രാർത്ഥിക്കണം. എന്നിട്ട് എന്നോട് മാതാവിനെ കുറിച്ചൊക്കെയാണ് പറഞ്ഞത്. എന്നിട്ട് ആ സാറിനോട് പറഞ്ഞു ഇയാൾ ധൈര്യമായിട്ട് പോയി ആ കോഡൊക്കെ നോക്കി ഔട്ട്പുട്ടുമായിട്ട് വരാൻ പറഞ്ഞു. സത്യം പറഞ്ഞാൽ അപ്പം വരെ ഞാൻ പേപ്പറും കൊടുത്ത് കിട്ടുന്ന ബസ്സിന് വരാനിരുന്ന ആളായിരുന്നു. ഞാൻ അവിടെ നിന്ന് എണീറ്റു, പ്രോഗ്രാം പോയി കോഡ് പോയി നോക്കി. 1 മണിക്കൂർ ഞാൻ അവിടെ ഇരുന്നു. എനിക്കെൻ്റെ മിസ്റ്റേക്ക് എന്താണെന്ന് മനസ്സിലായില്ല. അങ്ങനെ 1 മണിക്കൂറിന് ശേഷം എനിക്കെൻ്റെ മിസ്റ്റേക്ക് മനസ്സിലായി. അതായത് ഒന്നും ഇല്ലായിരുന്നു, ഒരു സ്പേസ് വിടേണ്ട സ്ഥലത്ത് സ്പേസ് വിട്ടില്ല, സ്പേസ് വിട്ടു, റൺ ചെയ്തു, ഔട്ട്പുട്ട് വന്നു. 4 മണിയായാൽ പോലും അൽഗോരിതം കിട്ടാതെ അവസാനം ആ ലാബിൽ നിന്ന് പൊട്ടിക്കരഞ്ഞിറങ്ങുമെന്ന് വിചാരിച്ച വ്യക്തിയാണ് ഞാൻ. പക്ഷേ മാതാവിന് കറക്റ്റ് 3:20 ആ ലാബിൽ നിന്ന് ഇറക്കി. എനിക്ക് ആ എക്സ്റ്റേണൽ ആരാണോ എന്താണോ ഒന്നും അറിയില്ല. പക്ഷെ എനിക്കൊരു കാര്യം ഉറപ്പുണ്ട്, മാതാവ് അന്ന് ആ ലാബിൽ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. എനിക്ക് വേണ്ടി അൽഗോരിതം തരാനോ ഔട്ട്പുട്ട് തരാനോ ഒന്നും അല്ലായിരുന്നു, മറിച്ച് എൻ്റെ ജീവിതവും ഉടമ്പടി ജീവിതവും മാറ്റിമറിക്കാൻ വേണ്ടി തന്നെയായിരുന്നു മാതാവ് അന്ന് അവിടെ ഉണ്ടായിരുന്നത്. ഇതിന് ശേഷം കറക്റ്റ് 5:30 എന്ന് ഞാൻ പ്രാർത്ഥിക്കും. കോളേജ് ഉണ്ടെങ്കിലും പള്ളിയിൽ പോയിട്ടേ ഞാൻ കോളേജിൽ പോകത്തുള്ളൂ. പിന്നെ ഈ ടെൻഷനും പേടിയും കാരണം രാത്രിയിലൊക്കെ ഇന്ന് ഞാൻ പൊട്ടിക്കരയുമായിരുന്നു. എനിക്ക് തന്നെ അറിയത്തില്ല സത്യം പറഞ്ഞാൽ ഞാൻ എന്തിനാണ് കരയുന്നതെന്ന്. ഇന്നിത് നടന്നിട്ട് 1 മാസമായി. ഇന്ന് ഒരേ ദിവസം പോലും ഞാൻ അങ്ങനെ പൊട്ടിന്ന് കരഞ്ഞിട്ടൊന്നുമില്ല. പിന്നെ എൻ്റെ സ്വഭാവത്തെ എനിക്ക് ഒത്തിരി മാറ്റങ്ങൾ വരുത്താൻ എന്നൊക്കെ ആഗ്രഹങ്ങളുണ്ടായിരുന്നു. അപ്പം ഞാനെല്ലാം പിന്നാട്ടെ എന്നിങ്ങനെ വെക്കുമായിരുന്നു. പക്ഷേ ഇതിന് ശേഷം ഞാൻ ചെയ്യുന്നത് ഞാൻ തന്നെയാണോ ഈ ചെയ്യുന്നതെന്നൊക്കെ എനിക്ക് തോന്നിപ്പോ. ആരും എന്നെ നിർബന്ധിക്കാതെ തന്നെ ഞാൻ പല കാര്യങ്ങളും ചെയ്യുന്നു. ഈ ലാബിന് കയറുന്ന തൊട്ട് മുമ്പ് തന്നെ ഞാൻ ഇങ്ങനെ വിചാരിച്ചായിരുന്നു, അതായത് അവധി കിട്ടും, പള്ളിയിൽ പോലും പോവാതെ കയറണം, ഉറങ്ങണം, അങ്ങനെ കുറേ പ്ലാൻ ചെയ്തിട്ടാണ് ഞാൻ ആ ലാബിൽ കയറിയത്. പക്ഷേ ഈ ലാബിന് ശേഷം ഞാൻ എൻ്റെ ജീവിതത്തിൽ പ്രവർത്തിച്ചത് ഇതൊന്നും അല്ലായിരുന്നു. എനിക്ക് മാതാവ് ഒരുപാട് അനുഗ്രഹങ്ങൾ നേടിത്തന്നിട്ടുണ്ട്. പക്ഷെ അപ്പോഴൊന്നും ഞാനിവിടെ ഒന്ന് സാക്ഷ്യം പറയാൻ ചിന്തിച്ചിട്ട് പോലില്ല. കാരണം എനിക്ക് സത്യം പറഞ്ഞാൽ പേടിയായിരുന്നു. ഇത്ര ആളുകളുടെ മുന്നിൽ ഇങ്ങനെ ഫ്രണ്ടിൽ വന്ന് എനിക്ക് പറയാനുള്ള ധൈര്യമൊന്നും ഇല്ലായിരുന്നു. പക്ഷേ ഇതിന് ശേഷം ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ എൻ്റെ S3 റിസൾട്ട് വന്ന ആദ്യത്തെ അവധിക്ക് തന്നെ ഞാനിവിടെ ഒന്ന് സാക്ഷ്യം പറയും. അതിപ്പോൾ എനിക്ക് സപ്ലൈ ഉണ്ടെങ്കിൽ കൂടെ ഞാൻ വന്ന് പറയും. കാരണം എനിക്കിവിടെ സപ്ലൈയോ വിജയോ ഒന്നും അല്ല വലിയ കാര്യമായിട്ട് തോന്നിയത്, മറിച്ച് എൻ്റെ ജീവിതത്തിലും എൻ്റെ ഉടമ്പടി ജീവിതത്തിലും വന്ന മാറ്റങ്ങൾക്ക് തന്നെയാണ് ഞാനിവിടെ പ്രാധാന്യം കൊടുത്തിരിക്കുന്നത്. അങ്ങനെ കഴിഞ്ഞ ആഴ്ച റിസൾട്ട് വന്നു. ഞാൻ നല്ല കോൺഫിഡൻസോടെ പോയി എഴുതിയ തിയറി എക്സാമിനേക്കാളും ടോപ്പ് ഗ്രേഡ് നൽകിയാണ് ആ ലാബ് എക്സാമിൽ ഞാൻ പാസ്സായിരിക്കുന്നത്. ഇനി എൻ്റെ ജീവിതത്തിൽ ഒരുപാട് ദുഃഖങ്ങളും ദുരിതങ്ങളും ഒക്കെ വന്നേക്കാം, എങ്കിലും ഈശോയെ മാതാവിനെ ഒരിക്കലും ഞാൻ കൈവിടത്തില്ല. ഇങ്ങനെ ഒരു അനുഭവം നൽകി എന്നെ കൂടുതൽ ശക്തിപ്പെടുത്തുകയും ഒരു അടുക്കും ചിട്ടയുള്ള ജീവിതം തരികയും അതുപോലെ തന്നെ എൻ്റെ ഉടമ്പടി ജീവിതം ഒരുപാട് മാറ്റുകയും ചെയ്ത ഈശോയ്ക്കും മാതാവിനും 1000 നന്ദി. യെശയ്യാ 51:22 തൻ്റെ ജനത്തിനു വേണ്ടി വാദിക്കുന്ന നിന്റെ ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു,
ഇതാ പരിഭ്രാന്തിയുടെ പാനപാത്രം നിൻ്റെ കയ്യിൽ നിന്ന് ഞാൻ എടുത്തു മാറ്റിയിരിക്കുന്നു. ക്രോധത്തിൻ്റെ പാനപാത്രം മേലിൽ നീ കുടിക്കുകയില്ല. ഡോണിയ എന്ന ഈ മകൾ എത്ര സുന്ദരമായിട്ടാണ് ഉടമ്പടിയുടെ വിശ്വസ്ത ജീവിതത്തിലേക്ക് കൈപിടിച്ച് നടത്തിയ അമ്മ മാതാവിന് നന്ദി പറയുന്നത്. മകൾ പറയുന്നുണ്ട്, ഉടമ്പടിയിലൂടെ ലഭിച്ച ഭൗതിക നന്മകളെക്കാളുപരി ഉടമ്പടി ജീവിതം ജീവിക്കുവാൻ വേണ്ടി എനിക്ക് ലഭിച്ച അനുഗ്രഹത്തിനും അതിൻ്റെ മുന്നോട്ട് പോകുവാൻ ലഭിച്ച പ്രചോദനത്തിനുമാണ് ഈ സാക്ഷ്യം ഞാൻ പറയുന്നതെന്ന്. 2 നന്മകളെയാണ് മകൾ എടുത്തു പറയുന്നത്. ആദ്യത്തത്, സ്കോളർഷിപ്പോടുകൂടി തുടർ പഠനം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി മകൾ ആഗ്രഹിച്ചു. അതിനുവേണ്ടി അപ്ലൈ ചെയ്തു. പക്ഷെ വലിയ പ്രതീക്ഷയൊന്നുമില്ലാതെ പോയിരുന്ന നാളുകളിൽ അതിൻ്റെ സ്കോളർഷിപ്പിന് വേണ്ടിയുള്ള പരീക്ഷ വന്നു. പരീക്ഷയ്ക്ക് വേണ്ടി എഴുതുമ്പോൾ അത് കമ്പ്യൂട്ടർ ഇടയ്ക്ക് വെച്ച് അത് പ്രവർത്തനരഹിതമായി. ഒന്നും ചെയ്യുവാനാവാതെ മകൾ ആകെ വിഷമിക്കുന്നുണ്ട്. അവസാനത്തെ 15 മിനിറ്റിലാണ് വീണ്ടും മൊബൈലിലൂടെ ആ പരീക്ഷ അറ്റൻഡ് ചെയ്യുവാൻ സാധിക്കുന്നത്. ഏറെ ഗൗരവമുള്ളൊരു പരീക്ഷ, ഇന്ത്യ മുഴുവനും പങ്കെടുക്കുന്നൊരു പരീക്ഷ, മികച്ച വിദ്യാഭ്യാസ നിലവാരമുള്ള മക്കൾ മാത്രം എഴുതുന്നൊരു പരീക്ഷ. ഏതാണ്ട് അതിന് ഒരു 1.5 മണിക്കൂറോളം നഷ്ടപ്പെട്ട മകള് അവസാനത്തെ 15 മിനിറ്റ് ആ പരീക്ഷയ്ക്ക് വേണ്ടി ആ സമയത്തുള്ള ചോദ്യങ്ങൾക്ക് അമ്മ മാതാവിൻ്റെ കാശുരൂപം കയ്യിൽ പിടിച്ചുകൊണ്ട് അമ്മ മാതാവ് നൽകിയ വലിയ പ്രചോദനമനുസരിച്ച് സമയത്തിന് മേൽ അധികാരമുള്ള അമ്മ സമയച്ചുരുക്കത്തിൽ ഓരോ ചോദ്യവും കണ്ണുകൾക്കുള്ളിൽ കാണിച്ചു കൊടുത്ത് ഉത്തരം ചെയ്ത് മുന്നോട്ട് പോയതിൻ്റെ സാക്ഷ്യമാണ് മകൾ പങ്കുവയ്ക്കുന്നത്. 200 പേർ മാത്രം കേരളത്തിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട ആ സ്കോളർഷിപ്പിന് മകളും ഉൾപ്പെടുത്തുകയും മകളുടെ പഠനത്തിന്, തുടർ പഠനത്തിന് ആ മികച്ച സ്കോളർഷിപ്പ് മകൾക്ക് ഉപകരിക്കുകയും ചെയ്തതിനെയാണ് ആദ്യം സാക്ഷ്യപ്പെടുത്തിയത്. രണ്ടാമത് മകളുടെ ബിടെക്കിന് ചേരുമ്പോഴുണ്ടായ സാഹചര്യമാണ്. മകൾ പറയുന്നുണ്ട്, തൻ്റെ ഏറ്റവും വലിയ ഒരു പോരായ്മ തൻ്റെ ജീവിതത്തിൽ കാണുന്നത് വല്ലാതെ ടെൻഷനടിക്കുന്ന സ്വഭാവമാണ്. കാര്യമൊന്നുമില്ലെങ്കിലും ഇന്ന് എന്തിനെക്കുറിച്ച് ടെൻഷനടിക്കണമെന്നോർത്ത് ടെൻഷനടിക്കുന്ന സ്വഭാവമാണ് കയ്യിലുള്ളത്. കാരണം വളരെ നല്ലൊരു വീട്, എല്ലാ സാഹചര്യവുമുള്ളത്, എന്ത് ചോദിച്ചാലും ലഭിക്കുന്നൊരു മാതാപിതാക്കൾ, അങ്ങനെ പ്രത്യേകിച്ച് പറയുവാൻ കുറവുകളൊന്നുമില്ലെങ്കിലും ഒരിക്കലും പരിഭ്രാന്തി മാറാതെ ജീവിച്ച ഒരു മകളാണ്. അങ്ങനെ ബിടെക്കിന് ചെല്ലുമ്പോൾ പഠിപ്പിക്കുന്നുണ്ട്, പക്ഷെ മനസ്സിലാവുന്നില്ലെന്ന് ആൾക്ക് നന്നായി മനസ്സിലാവുന്നുമുണ്ട്. വല്ലാതെ കിടന്ന് നല്ല മാർക്കോടുകൂടി +2 വരെ ജയിച്ച മകള് കഷ്ടി ജയിക്കുന്ന രീതിയിലേക്ക് കൂപ്പുകുത്തുന്നതാണ് ശരിക്കും ബിടെക്കിൽ കണ്ടുകൊണ്ടിരുന്നത്. അതിൽ തന്നെ ഏറ്റവും പ്രയാസമേറിയ ഒരു പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുമ്പോഴാണ് പരിശുദ്ധമ്മയുടെ സംരക്ഷണം തേടി പ്രാർത്ഥിക്കുന്നത്. അത് മുഴുവനായി പൂർത്തീകരിക്കുവാനാകും എന്നുറപ്പൊന്നുമില്ല, എങ്കിലും അതിൽ ഒരു പാർട്ട് അതൊന്ന് എഴുതിയെടുക്കണം എന്ന ആഗ്രഹത്തിലാണ് അൽഗോരിതം ലഭിക്കുന്നതിന് വേണ്ടി ആ പരീക്ഷയ്ക്ക് ചെന്നിരിക്കുന്നത്. അവിടെ ചെന്നിരുന്നു. പതിവ് പോലെ വലുതായിട്ടൊന്നും ചെയ്യാൻ പറ്റിയില്ല. അൽഗോരിതത്തിൻ്റെ കുറച്ച് കാര്യങ്ങൾ അത് മനസ്സിലായി, അത് വെച്ച് കുറച്ച് കാര്യങ്ങൾ ചെയ്തു. 80ഉം 90ഉം ഇറേസ് വരുന്നതിൽ അടുത്ത് 10-21 ഇറേസ് മാത്രമേ വന്നുള്ളൂ. അത് വലിയൊരു ആശ്വാസമായി. അങ്ങനെ അവയൊക്കെ തിരുത്തി അത് എക്സ്റ്റേണൽ സാറിൻ്റെ അടുത്ത് വന്നിരിക്കുമ്പോഴാണ് ജീവിതമാകെ മാറിമറിയുന്നത്. മകളോടെ കാര്യങ്ങൾ സംസാരിക്കുന്നു, സാറ് കാര്യങ്ങൾ തിരിച്ചു പറയുന്നതിൻ്റെ ഇടയിൽ വന്ന 2 വാചകമാണ് ശരിക്കും ഈ ജീവിതത്തെ ഇത്രത്തോളം ഈ സാക്ഷ്യ കൂടാരത്തിൽ, ഈ സാക്ഷ്യ പേടകത്തിൽ മകളെ നിർത്തിയത്. ഒന്ന്, മകൾ കൃപാസനം വരെ പോയി അമ്മ മാതാവിനോട് പ്രാർത്ഥിക്കണം, നിൻ്റെ എല്ലാ ആകുലതകളും മാറിക്കിട്ടും. അപ്പോഴാണ് പോക്കറ്റിലിരിക്കുന്ന ഉടമ്പടി കാശുരൂപവും ജപമാലയും എടുത്ത് സാറിനെ കാണിക്കുന്നത്. ഞാൻ കൃപാസനത്തിൽ ഉടമ്പടി എടുത്ത മകളാണ്. സാറ് അതുപോലെ തന്നെ സാറിൻ്റെ കയ്യിലിരിക്കുന്ന ഉടമ്പടി കാശുരൂപവും ജപമാലയും എടുത്ത് മകളെ കാണിച്ചുകൊണ്ട് പിന്നീട് അവൾ പറയുന്നു, എൻ്റെ പരീക്ഷ നോക്കുവാൻ വന്ന സാറ് എന്നോട് ആത്മീയ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നു. എന്നിട്ട് പറഞ്ഞു, ഇവിടെ വെച്ച് ഇത് നിർത്താൻ പറ്റില്ല, നീ തിരികെ പോവുക, അവിടെ പോയി പരീക്ഷ പൂർത്തീകരിക്കുക, ഔട്ട്പുട്ടുമായിട്ട് തിരികെ വരികയെന്ന്. അവൾ അത് പൂർത്തീകരിക്കുവാനോ അത് ജയിക്കുവാൻ വേണ്ടി എഴുതുവാനോ ഒന്നും ആഗ്രഹിച്ച് ചെന്നതല്ല.
2-3 തവണ അവളൊരു വാചകം പറഞ്ഞു, കിട്ടുന്ന ബസ്സിൽ നേരത്തെ വീട്ടിൽ പോകണം. ഇത് മാത്രമായിരുന്നു ഹോളിൽ കയറുമ്പോഴുള്ള ആദ്യത്തെ ചിന്ത. സാറ് പറഞ്ഞത് പ്രകാരം ചെന്നിരിക്കുന്നു, വീണ്ടും നോക്കുന്നു. ഏതാണ്ട് 3/4 മണിക്കൂറോളം പരതുമ്പോഴാണ് ഒരു ചെറിയ തെറ്റ് കാണുന്നത്. താൻ ചെയ്തതിൽ ഒരു ഔട്ട്പുട്ട് കിട്ടാത്തത് ഒരു ചെറിയ തെറ്റ് കൊണ്ടാണ്. ആ തെറ്റ് ഒരു സ്പേസ് അവിടെ ഇട്ടിട്ടില്ല. ഒരു സ്പേസ് കിടക്കുന്നതാണ് പ്രശ്നം. അത് ഡിലീറ്റ് ചെയ്തപ്പോൾ ഔട്ട്പുട്ട് വന്നു. ആ പരീക്ഷ വിജയിക്കുവാൻ പറ്റുന്ന രീതിയിൽ ആ റിസൾട്ട് മകൾക്ക് കിട്ടുകയാണ്. പ്രിയമുള്ളവരെ, എന്നിട്ട് മകൾ പറയുന്നുണ്ട്, സാറ് പറഞ്ഞു ഉടമ്പടിയുടെ പ്രാർത്ഥനകൾ കൃത്യസമയത്ത് ചെയ്യണം. അതാണ് മകളെ സ്വാധീനിച്ചതും. 5:30 എഴുന്നേറ്റ് പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. ദിവ്യബലിക്ക് സമയത്ത് പോകാൻ തുടങ്ങി. വചനം വായിക്കുവാൻ തുടങ്ങി. കാരുണ്യ പ്രവൃത്തികൾ, മകൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന സ്കോളർഷിപ്പിൻ്റെ ഒരു വിഹിതം മറ്റൊരു കുട്ടിയെ പഠിപ്പിക്കുവാൻ വേണ്ടി സന്തോഷത്തോടെ കൊടുക്കുവാൻ തുടങ്ങി. അങ്ങനെ ഓരോ കാര്യവും ജീവിതത്തെ മാറ്റിമറിക്കുന്ന വിധത്തിൽ ആ ഒരു ഇടപെടൽ അമ്മ മാതാവിൻ്റെ ദൂതനായി ഒരു എക്സാമിനർ ആ പരീക്ഷാ ഹാളിലിരുന്നു കൊണ്ട് മകളോട് 2 വാചകം പറഞ്ഞപ്പോൾ മകളുടെ ജീവിതത്തിൽ അന്ന് വരെ ഉണ്ടായിരുന്ന ആദിയും ടെൻഷനും മറ്റെല്ലാ പരിഭ്രാന്തികളും രാത്രിയിൽ അനാവശ്യമായുള്ള നിലവിളികളും ഒക്കെ മാറി സന്തോഷത്തോടെ പ്രത്യാശയോടെ അമ്മ മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായി ഈ എൽത്താരയിൽ നിൽക്കുവാനായിട്ട് ആത്മബലം കൊടുത്ത് മകളെ ശക്തിപ്പെടുത്തി. ഇത് ഉടമ്പടി ജീവിതത്തിൻ്റെ പ്രത്യേകതയാണ്. നാം ആരും നമുക്ക് വ്യക്തിപരമായി എടുത്തിരിക്കുന്ന ഉടമ്പടി അല്ല എന്ന് ഓർമ്മ വേണം. നമ്മൾ ഓരോരുത്തരും സുവിശേഷ കൈമാറ്റത്തിൻ്റെ ഉപകരണങ്ങളാണ്. നാം വ്യാപരിക്കുന്ന നമ്മുടെ കുടുംബത്തിൽ, ചെന്നെത്തുന്ന നമ്മുടെ സമൂഹത്തിൽ, തൊഴിലിടത്തിൽ നമുക്ക് ഒരു പ്രത്യാശ പകരുവാൻ, ആത്മധൈര്യം പകരുവാൻ, ഉടമ്പടിയുടെ നന്മകളെക്കുറിച്ച് പറയുവാൻ, ഈശോയിലേക്കും ദൈവത്തിലേക്കും അമ്മ മാതാവിലേക്കും ഓരോരുത്തരെയും ചേർത്ത് കൊണ്ടുവന്ന് അവരുടെ കണ്ണീരും അവരുടെ ആകുലതകളും അവരുടെ വേദനകളും അകറ്റുവാൻ തക്കവിധം നമ്മുടെ നാവിലൂടെ ദൈവനാമം മഹത്വപ്പെടുത്തിക്കൊണ്ട് സംസാരവും വാക്കുകളും പുറപ്പെടുമ്പോൾ നമ്മൾ ഈ ലോകത്തിൽ സുവിശേഷവൽക്കരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നോക്കുക, ഒരു സാറിൻ്റെ 2 മിനിറ്റ് ഉടമ്പടി ജീവിതം പങ്കുവയ്ക്കുമ്പോൾ ഒരു മകൾ വല്ലാത്ത നിരാശയിൽ നിന്ന്, വല്ലാത്ത ടെൻഷൻ ജീവിതത്തിൽ നിന്ന് ഫുള്ളി റിലീസ്ഡായിട്ട് സന്തോഷത്തോടെ തുള്ളിച്ചാടി അൾത്താരയിൽ വന്ന് പറയുന്നു, എൻ്റെ ഉടമ്പടി ജീവിതത്തിന് എനിക്കൊരു കാഴ്ചപ്പാട് ലഭിച്ചത് ആ 2 വാക്കുകളാണെന്ന്. നമുക്ക് ഉടമ്പടിയുടെ നല്ല പ്രചാരകരാവാം, സുവിശേഷത്തിൻ്റെ കൈമാറ്റക്കാരാവാം, ദൈവനാമത്തെ മഹത്വപ്പെടുത്തുന്നവരാകാം. കരങ്ങളടിച്ച് ഈ സാക്ഷ്യം സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.